ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഇൻഡസ്ട്രികളിൽ ടോപ്പ് ഹീറോയിനായി നിന്നിരുന്ന ഒരാളുടെ കഥ. ഇപ്പോൾ ആരാണ് അങ്ങനെയെന്ന് എനിക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു 2013-14 ടൈമിലൊക്കെ അത് സമന്തയും കാജൽ അഗർവാളുമായിരുന്നു. അവിടുന്ന് ഒരു 4 വർഷം പുറകിലോട്ട് പോയാൽ അത് അനുഷ്ക ഷെട്ടിയും നയൻതാരയുമായിരുന്നു. വീണ്ടും ഒരു 4 വർഷം പുറകിലോട്ട് പോയാൽ ഒരു 2005-6 ടൈമിലൊക്കെ അത് തൃഷ ആയിരുന്നു. ഇനി അവിടുന്നും താഴേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന പേരായിരിക്കും സൗന്ദര്യ. തെലുഗു ഇൻഡസ്ട്രിയിലും അവിടുത്തെ ജനങ്ങൾക്കിടയിലും ഇവർക്കൊരു പ്രത്യേക ബഹുമാനം ലഭിച്ചിരുന്നു. ഇപ്പോഴും തെലുഗു മീം പേജുകളിൽ വരുന്ന ഇവരെക്കുറിച്ചുള്ള പോസ്റ്റിന്റെ കമന്റ് സെക്ഷനിൽ നമുക്കത് കൃത്യമായി കാണുകയും ചെയ്യാം. എന്നാൽ ഇതേ സമയം തന്നെ തമിഴിൽ രജനീകാന്തിനോടൊത്ത് അരുണാചലം, പടയപ്പ, ഹിന്ദിയിൽ അമിതാഭ് ബച്ചനോടൊത്ത് സൂര്യവംശി, കന്നഡയിലെ ക്ലാസിക് നമ്മുടെ മണിച്ചിത്രത്താഴിന്റെ റീമേക്ക് ആപ്തമിത്ര, ഈ സിനിമകളിലൊക്കെയും ഇവർ തന്നെയായിരുന്നു നായിക. ആൻഡ് തീർച്ചയായും സൗത്തിലെ എല്ലാ ഇൻഡസ്ട്രികളിലും ഇത്രയും ഫേമസ് ആയ ഇവർ നമ്മുടെ മലയാളത്തിൽ മുഖം കാണിച്ചിട്ടുണ്ട്. 2002 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, 2003 കിളിച്ചുണ്ടൻ മാമ്പഴം. പണ്ട് ചെറുപ്പത്തിൽ ആദ്യമായി ഇവരെ ഈ സിനിമയിലൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഇവരൊരു അന്യഭാഷാ നടിയാണ്, മെയിൻലി തമിഴ് സിനിമ. ബിക്കോസ് ഞാൻ ഇവരെ അഭിനയിച്ച പടയപ്പ എന്ന സിനിമ മാത്രമേ അതിന് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിൽക്കാലത്ത് ഇന്റർനെറ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് അറിയുന്നത് ഇവർ തെലുഗു ഇൻഡസ്ട്രിയിൽ എത്ര വലിയ റെസ്പെക്ടഡ് ഹീറോയിൻ ആയിരുന്നു എന്ന്. എനിവേസ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആസ് യു ഓൾ നോ, 2004 തന്റെ 31ാമത്തെ വയസ്സിൽ ഒരു പ്ലെയിൻ ക്രാഷിൽ വെച്ച് ഇവർ മരണപ്പെട്ടു. ഒരുപക്ഷെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ തെലുഗു സിനിമയിൽ ഇവർക്കുണ്ടായിരുന്ന ഒരു റെപ്യൂട്ടേഷൻ വെച്ച് നമ്മുടെ ബാഹുബലി ഫ്രാഞ്ചൈസിലെ ശിവഗാമിയുടെ റോൾ മിക്കവാറും ഇവരിലേക്ക് എത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.